പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇപ്പോൾ സൂരജിന്റെ മുന്നിൽ മാത്രവുമല്ല, എല്ലാവരും തന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സൂരജ് സത്യങ്ങളെല്ലാം പുറത്തു പറയാൻ തയ്യാറാവുകയാണ്. ഞാൻ അവളുടെ ഭർത്താവൊന്നുമല്ല, അവൾ എൻ്റെ ഭാര്യയും. ആ കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഒരിക്കലും ഞാൻ അവളെ വിവാഹം കഴിക്കുകയില്ല എന്നും സൂരജ് പറയുകയും ചെയ്യുന്നു. ഈ കാര്യം ഇതേ തുടർന്ന് കേൾക്കാൻ ഇടയാവുകയാണ്. മീനു ഇതോടെ മീനു, വിവാഹത്തിന് എനിക്കും താല്പര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെൻ്റെ ഭർത്താവാണ് എന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ സഹായമൊന്നും ഈ കാര്യത്തിൽ ആവശ്യമില്ല. ആകെ ആവശ്യമുള്ളത് എനിക്ക് എൻ്റെ ഷോപ്പ് തുറക്കണം. അതിനുള്ള സഹായം നിങ്ങളാണ് ഇപ്പോൾ ചെയ്തു തരേണ്ടത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് സൂരജ്. ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പോലെ അല്ല കാര്യങ്ങൾ. യാതൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ല. മാത്രവുമല്ല, മീനുവിന്റെ പാചകം അതീവ ഗംഭീരം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് തന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്നില്ല സൂരജ്. ഇതേസമയം ചിന്താമണിയാകട്ടെ സൂരജിന്റെ മനസ്സ് മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയാണ്. ആദ്യം സൂരജ് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള കാര്യം വിചാരിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് താനല്ല, മറിച്ച് മീനുവാണ് ഇപ്പോൾ സൂരജിന്റെ മനസ്സിൽ കയറിയിരിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുന്നത്. ഇതോടെ ചിന്താമണി ആകെ തകർന്നു പോയിരിക്കുകയാണ്. ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.